നമ്മുടെ നിങ്ങൾ ആദ്യം ചെയ്യാനുള്ളത് നിങ്ങളുടെ ക്ലാസ്സിലേക്ക് പോവുക. അതിനകത്ത് ക്ലാസ് നോട്ട് ബുക്ക് ഉണ്ടല്ലോ, ക്ലാസ് നോട്ട് ബുക്ക് എടുക്കുക. പ്രസന്റ് ചെയ്യുന്നില്ല. ഓക്കെ, ഇപ്പൊ കാണാവോ? ആ, ഇപ്പൊ നിങ്ങളുടെ ക്ലാസ് നോട്ട് ബുക്ക് എടുത്ത് ക്ലാസ് നോട്ട് ബുക്കിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്ലാസ് നോട്ട് ബുക്ക് ഇവിടെ വരും. ആ ക്ലാസ് നോട്ട് ബുക്കിനകത്ത് നിങ്ങളത് ഇവിടെ കണ്ടോ, ബുക്ക് അടുക്കി വെച്ചിരിക്കുന്ന പോലെ ഒരു സിമ്പിൾ കണ്ടോ? അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഇതായിട്ടുള്ളത് ഈ കൊളാബറേഷൻ സ്പേസും കണ്ടന്റ് ലൈബ്രറിയും കാണാം നിങ്ങൾക്ക് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ പേരിലുള്ള കാര്യങ്ങളെ കാണുക. ലൈക്ക് ഇപ്പോൾ ഇവിടെ ഞാനിപ്പം ആലിം അക്തറിൻ്റെത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹോംവർക്ക്, ക്ലാസ് നോട്ട്, ഹാൻഡ് ഔട്ട്, ക്വിസസ്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ഹോംവർക്കിനകത്ത് ആ ആൻസേഴ്സ് അപ്ലോഡ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ അതെങ്ങനെ അപ്ലോഡ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മളിപ്പോൾ ഹോംവർക്ക് ക്ലിക്ക് ചെയ്തു എന്ന് വെച്ചോ. അപ്പോൾ ഹോംവർക്കിനകത്ത് നിങ്ങൾ എടുത്തിട്ട് നിങ്ങളിങ്ങനെ ഇവിടെ ടൈപ്പ് ചെയ്യുന്നു എന്താണ് നിങ്ങളുടെ ഇപ്പം നോട്ട്, ഏത് ക്ലാസ് നോട്ട് ഓഫ് വിച്ച് വൺ, വിച്ച് ചാപ്റ്റർ. ഇപ്പോൾ ഇൻറ്റിജർ, ഇപ്പോൾ ഇൻറ്റിജർ എന്ത് ചെയ്യണം? ഇൻറ്റിജർ എക്സസൈസ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങളിങ്ങനെ എക്സസൈസ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെയാണ് നിങ്ങൾ നോട്ട്ബുക്ക് സബ്മിറ്റ്. അപ്പോൾ ഈ പോർഷൻസിൽ ഇവിടെയാണ് നിങ്ങൾ ആ ഹെഡിങ് കൊടുത്തത്. ഹെഡിങ് കൊടുത്തിട്ട് അതിൻ്റെ താഴെയായിട്ട് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. താഴെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇൻസേർട്ട് എന്നുള്ള ഓപ്ഷൻ കണ്ടോ? ആ, ഇൻസേർട്ടിനകത്ത് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഞാൻ ക്ലിക്ക് ചെയ്ത് കണ്ടോ ഇൻസേർട്ട് എന്ന്? നിങ്ങൾ ഞാൻ ചെയ്യുന്നത് നോക്ക്. ഞാൻ ഈ ഇൻസേർട്ട് എന്നുള്ളത് കണ്ടോ? എൻ്റെ കസർ ഇരിക്കുന്ന സ്ഥലമാണ് ഇൻസേർട്ട് എന്ന് ക്ലിക്ക് ചെയ്തേക്കുന്നത്, കണ്ടല്ലേ? ഈ ഇൻസേർട്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് താഴെ ഇങ്ങനെ ടേബിൾ, ഫയൽ, പിക്ചർ, ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അതിനകത്ത് നിങ്ങൾ ഈ ഫയലിനകത്ത് ക്ലിക്ക് ചെയ്യുക. ഫയലിനകത്ത് തന്നെ രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് ഇൻസേർട്ട് ഫയൽ അറ്റാച്ച്മെന്റ് ആൻഡ് ഇൻസേർട്ട് ഫയൽ പ്രിന്റ് ഔട്ട്. ഈ ഇൻസേർട്ട് ഫയൽ പ്രിന്റ് ഔട്ട് എന്ന് പറയുന്നത് നിങ്ങൾ PDF ഫോമിലുള്ള ഫയൽസിനെ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ സെലക്ട് ചെയ്ത് ഇവിടെ ഇങ്ങനെ ഇട്ട്, മനസ്സിലായല്ലേ? ഇവിടെ ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യാം. കേട്ടോ, ഞാനിപ്പോൾ ഇങ്ങനെ ഇൻസേർട്ട് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഇത് അപ്ലോഡ് ചെയ്യുന്നതെന്ന് അറിഞ്ഞുകൂടാത്തോണ്ട് ഞാൻ രണ്ടിനകത്തും അപ്ലോഡ് ചെയ്തു. കുഴപ്പമില്ല, പോട്ടെ. ഇല്ലേ, ഇത് കഴിഞ്ഞിട്ട് അടുത്ത ഇനി അതല്ല നിങ്ങൾ ഇൻസേർട്ട് ഫയൽ അറ്റാച്ച്മെന്റ് ആയിട്ടാണ് ഇടുന്നതെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഇടാം. ഇവിടെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ട് ഇത് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ഇൻസേർട്ട് ഫയൽ അറ്റാച്ച്മെന്റ്, ഇത് സെലക്ട് ചെയ്തു, ഓപ്പൺ, എന്നിട്ട് എന്ത് ചെയ്തു? ചൂസ് ഫയൽ ആയല്ലോ. പിന്നെ ഇത് നിങ്ങൾക്ക് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യാം, മനസ്സിലായില്ലേ? പക്ഷേ അങ്ങനെ ഫയൽ അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് എന്താ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ PDF ആണെങ്കിൽ അത് വിസിബിൾ ആണ് ഇതുപോലെ, എനിക്ക് മനസ്സിലായോ? ഇതിങ്ങനെ ഇതുപോലെ എനിക്ക് വിസിബിൾ ആവും. പിക്ചർ ആയിട്ട് ഇട്ടാലും വിസിബിൾ ആണല്ലോ. പിക്ചർ ആയിട്ട് ഇട്ടാലും വിസിബിൾ ആവും. ഇവിടെ പക്ഷേ ഈ കുഴപ്പമില്ല, നിങ്ങൾ പിക്ചർ ആയിട്ട് ഇട്ടാലും മതി, മനസ്സിലായില്ലേ? ഫ്രം എ ഫയൽ ഇത് കൊടുത്താൽ മതി. പിക്ചർ ആയിട്ട് എടുത്തിട്ട് അത് കൊടുത്താലും മതി. അപ്പോൾ നിങ്ങൾ ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ് ഇത് ഇൻസേർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ സാധാരണഗതിയിൽ നിങ്ങൾ ഫോട്ടോ എടുത്തിട്ടായിരിക്കും അത് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും അതൊരു JPEG ഫോർമാറ്റിലുള്ളതായതുകൊണ്ട് പിക്ചർ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ പിക്ചർ ആയിട്ട് എടുത്താൽ മതി. ചിലർ കുട്ടികൾ മൊബൈൽ ഉപയോഗിച്ച് സ്കാൻ ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ നോട്ട് സബ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ എന്ത് ചെയ്യുക? അത് സ്കാൻ ചെയ്യുമ്പോൾ അത് PDF ആയിട്ട് മാറ്റാനുള്ള ഓപ്ഷനും കൂടെ അതിൻ്റെ കൂടെ ഉണ്ടാവും. അപ്പോൾ PDF ആക്കിയതിന് ശേഷം ഇടുക. ഇപ്പോൾ രണ്ടായിരുന്നാലും നിങ്ങൾ എങ്ങനെ ഇട്ടായിരുന്നാലും ഞാനത് അക്സസ് ചെയ്തോളൂ. പക്ഷെ നിങ്ങൾ ഇത് ഇടണം. പറഞ്ഞ മനസ്സിലായോ? ഇത് ഇടുക എന്നുള്ളത് മസ്റ്റാണ്. ഇപ്പം ഞാനിത് എടുത്തല്ലോ, പറഞ്ഞോ. അത് ക്ലാസ് നോട്ടിലാണെങ്കിൽ അത് ശരി, അത് ഓക്കെ. ക്ലാസ് നോട്ടിൽ ഞാൻ ക്ലാസ് നോട്ടിലല്ല ഇടാൻ പറഞ്ഞത്. ക്ലാസ് നോട്ടിൽ ഞാൻ അസൈൻമെന്റ് തരുമ്പോഴത്തേക്ക് വേണം ക്ലാസ് നോട്ടിൽ ഇടാനുള്ളത്. ഓക്കെ, നിങ്ങളിപ്പം ഹലോ, ഹലോ, കേൾക്കാമോ? കാണാമോ? ഇപ്പൊ ശരിയായോ? ഇപ്പൊ ശരിയായോടെ? ഇപ്പൊ ശരിയായോ? സ്ക്രീൻ ഷെയർ നിങ്ങൾ ഒന്നും കൂടെ ഒന്ന് ഇറങ്ങിയിട്ട് കയറിയാൽ മതി. അപ്പൊ സ്ക്രീൻ ശരിയാവും കേട്ടോ. ഓക്കെ, സ്ക്രീൻ ശരിയാണ്.
അല്ല ഞാൻ പറഞ്ഞത് ഇപ്പം ഞാൻ എൻ്റെ മൊബൈൽ നെറ്റാണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു പക്ഷേ ക്ലാരിറ്റി ഇഷ്യൂസ് വരാം. മനസ്സിലായില്ലേ? ഓക്കെ, എനിക്ക് തോന്നുന്നു പ്രശ്നമില്ലാന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ക്ലിയർ ആണല്ലോ? സർ ഫ്രാക്ഷൻസ് ആൻഡ് ഡെസിമൽസ് അപ്ലോഡ് ചെയ്യണോ? അതെ, അത് പഠിപ്പിച്ചു കഴിഞ്ഞാൽ അപ്പോഴി തന്നെ ഓരോ എക്സസൈസിൽ ഞാൻ പ്രോബ്ലംസ് തരുമല്ലോ, ഹോംവർക്ക്. അത് ആ സമയത്ത് തന്നെ അടുത്ത ദിവസം നിങ്ങൾ അവിടെ അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? നിങ്ങൾ സ്കൂളിലായിരുന്നെങ്കിൽ നമുക്ക് നോട്ട്ബുക്ക് നിങ്ങൾ പിറ്റേ ദിവസം വച്ചപ്പോൾ നോക്കാൻ പറ്റും. ഇതിപ്പോൾ അങ്ങനെ നോക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടല്ലേ നിങ്ങളുടെ അടുത്ത് ഇവിടെ അപ്ലോഡ് ചെയ്യാൻ പറയുന്നത്. വളരെ കുറച്ച് കുട്ടികൾ മാത്രമേ നോട്ട്ബുക്ക് ഇതിൽ സബ്മിറ്റ് ചെയ്തിട്ടുള്ളൂ. മനസ്സിലായില്ലേ? അതെന്താ അങ്ങനെയെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഇനി അജു എസ് വന്നാടെ. അജു എസ് വന്നോ? പഠിപ്പിച്ച് കഴിയുമ്പോ ആ ചാപ്റ്റർ ഫുള്ളുമായിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. ആ, കുഴപ്പമില്ല, ശരി. അല്ല, അജു എസ് വന്നോ? അജു എസ് ഉണ്ടോ? അജു എസ് ഉണ്ടോ? അജു എസ് വന്നോ? അജു എസ് വന്നോ? അജു എസ് വന്നാടെ? വന്നില്ല. ശരി, ഓക്കെ. അജു എസ് വരണ്ട. നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോവാനി. ഇപ്പം നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചതിൻ്റെ ബാക്കിയുണ്ടല്ലോ, ഒരു ശകലം ബാക്കിയുണ്ടായിരുന്നു. എന്തായിരുന്നു അത്? നമ്മുടെ ചാപ്റ്റർ നമ്മൾ ഏതുവരെയായിരുന്നു നമ്മൾ ക്ലാസ് എടുത്ത് വെച്ചത്? കഴിഞ്ഞ പ്രാവശ്യം ഡിവിഷൻ ആയിരുന്നു പഠിപ്പിച്ചത്, അല്ലേ? ഡിവിഷനിലാണ് പഠിപ്പിച്ചത്. ലാസ്റ്റ് എക്സസൈസിൽ ഡിവിഷൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ആ ഡിവിഷനിൽ തന്നെ എന്തായിരുന്നു പഠിപ്പിച്ചത് ലാസ്റ്റ്? യെസ്. ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത്, അതായത് നമ്മളിപ്പോൾ പഠിച്ചത് എന്താ? ഡിവൈസർ ഒരു ഹോൾ നമ്പർ വെച്ചിട്ട് നമ്മൾ ഡിവൈസർ ഹോൾ നമ്പർ ആണെങ്കിൽ എങ്ങനെ ഡിവൈഡ് ചെയ്യുമെന്നാണ് പഠിച്ചത്. ഇനി ഡിവൈസർ ഹോൾ നമ്പർ തന്നെ ആവണമെന്ന് നിർബന്ധമില്ലല്ലോ, അല്ലേ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരിക, ലൈക്ക് 7 പോയിൻറ്റ്, അല്ലെങ്കിൽ ആദ്യം വളരെ സിമ്പിളായിട്ട് ഒരെണ്ണം എടുക്കാം. ക്വസ്റ്റ്യനായിട്ട് 2832 ഡിവൈഡഡ് ബൈ 0.2, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. അപ്പോൾ ഇവിടെ നോക്കിയേ, നിങ്ങളുടെ ഡിവൈസർ എന്താ? വാട്ട് ഈസ് യുവർ ഡിവൈസർ ഹിയർ? ഇറ്റ്സ് എ ഡെസിമൽ, അല്ലെ? നമ്മൾ ഇത്രയും നേരം പഠിച്ചതെല്ലാം തന്നെ ഡിവൈസർ എന്തായിരുന്നു? ഹോൾ നമ്പർ ആയിരുന്നു. ഹോൾ നമ്പർ ആയിരുന്നു, ഇൻഡിജർ ആയിരുന്നു, അല്ലെങ്കിൽ ഹോൾ നമ്പർ ആയിരുന്നു, എക്സെപ്റ്റ് 0 വെച്ച് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പഠിച്ചതെല്ലാം അങ്ങനെയാണ്. അപ്പം നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തു ചെയ്യും? അതാണല്ലോ ആദ്യം അഡ്രസ്സ് ചെയ്യുക. ഇത് കഴിഞ്ഞിട്ട് ഒരു ടൈപ്പും കൂടെ ഉണ്ട്, അതിന്ന് കഴിഞ്ഞ ദിവസം ചോദിച്ചിരുന്നു, അതും ഞാൻ പറയാം. അപ്പോൾ 2832 ഡിവൈഡഡ് ബൈ 0.2 ടൈപ്പ് ക്വസ്റ്റ്യൻസ് കമ്മിങ്. അപ്പോൾ നമുക്കറിയാം, നമുക്ക് പഠിച്ച കാര്യങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി സിമ്പിൾ, അല്ലേ? അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ എന്താണ് നമ്മളെ പ്രിവെന്റ് ചെയ്തത്? ടു ഡിവൈഡ് ദിസ് നമ്പർ ബൈ ബട്ട് ഇവിടുത്തെ ഡിവിഡൻഡ് ആയ 2832-നെ 0.2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ നമ്മളെ അനുവദിക്കാത്ത എന്താണ്? അല്ലെങ്കിൽ വാട്ട് പ്രിവെന്റ് യു ടു ഡു ദിസ്? എന്താണ് പറയാമോ? മോനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യടാ. ഞാൻ പറയുന്നത്, ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് എൻ്റെ മൊബൈൽ നെറ്റാണ്, അതിൻ്റെ ഒരു ചെറിയ പ്രശ്നങ്ങൾ വരും. എൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങൾ കേട്ടായിരുന്നോ? ഓ ഗോഡ്, കേട്ടായിരുന്നോ ക്വസ്റ്റ്യൻ? എന്താ ഞാൻ ചോദിച്ചേ? എന്തായിരുന്നു ഞാൻ ചോദിച്ചേ? ഇപ്പൊ കേൾക്കാമല്ലോ. ഇപ്പൊ ഞാൻ ഇത് മാറ്റി. ഇപ്പൊ കറണ്ട് വന്നു, ഞാൻ അതുകൊണ്ട് ചേഞ്ച് ആക്കി. പറഞ്ഞോ. ഇപ്പോ നിങ്ങൾ പറഞ്ഞേ, എന്തായിരുന്നു ഇവിടുത്തെ പ്രശ്നം? നിങ്ങളെ ഇത് ചെയ്യാൻ അനുവദിക്കാത്തത്? വെരി ഗുഡ്. ഡിവൈസർ ഒരു ഡെസിമൽ ആണ്, അതാണ് നമ്മുടെ പ്രശ്നം. ഡിവൈസർ ഡെസിമൽ അല്ലായിരുന്നുവെങ്കിൽ നമ്മൾ തകർത്തനെ. യെസ് ഓർ നോ?
അല്ലെ? Yes, sir. അപ്പൊ നമ്മുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കിയ പ്രശ്നം മാറ്റുക എന്നുള്ളതാണല്ലോ മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ ഇവിടെ ഒന്ന് നിങ്ങളൊന്ന് ആലോചിച്ചേ, ഹൗ ഡു വി ചേഞ്ച് ഓർ ഹൗ ഡു യു കൺവേർട്ട് ദിസ് ഡെസിമൽ ടു ആൻ ഇന്റിജർ ഫോം? യെസ്, ഇവിടെ മതി. അതെ, ഇവിടുത്തെ നമ്മുടെ പ്രശ്നം നമ്മൾ ആദ്യം അങ്ങ് മാറ്റും. ബിക്കോസ് വി നോ ഹിയർ വി ഹാവ് 1 digit in the decimal part. So to shift this digit to the integer part, what to be multiplied? അതാണ് അവിടുത്തെ ആദ്യത്തെ ക്വസ്റ്റ്യൻ, അല്ലെ? ഇവിടെ ഒരു ഡിജിറ്റ് ആണ് നമ്മുടെ ഇന്റിജർ ഡെസിമൽ പാർട്ടിൽ ഉള്ളത്. അതിനെ നമുക്ക് എങ്ങോട്ടേക്ക് മാറ്റണം? ഇന്റിജർ പാർട്ടിലേക്ക് മാറ്റിയാൽ നമ്മുടെ പ്രശ്നം സോൾവ് ആയി. സോ വാട്ട് ടു ബി മൾട്ടിപ്ലൈഡ് ഹിയർ എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം. അപ്പൊ എന്തായിരിക്കും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക? 10. Very good. We will multiply it with 10. But one problem exists. എന്താ? This is just like a balance, അല്ലെ? ഒരു ബാലൻസ് പോലെയാണ് നമ്മുടെ ഒരു ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. സോ നമ്മൾ അതിനെ സർ മുകളിലും ഇൻടു 10 ചെയ്യണം. we know. See, actually what are you doing here? You are just finding an equivalent fraction corresponding to this, അല്ലെ? ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഈക്വലന്റ് ഫ്രാക്ഷനെ കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈക്വലന്റ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഒരിടത്ത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവന്റെ വിലയൊക്കെ അങ്ങ് മാറിപ്പോകും. സോ സ്വാഭാവികമായിട്ടും ആസ് യു ഡു ഇറ്റ് ഇൻ എ ബാലൻസ്, നിങ്ങൾ ബോത്ത് LHS and RHS അല്ലെങ്കിൽ എന്താ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ മസ്റ്റ് ബി മൾട്ടിപ്ലൈഡ് വിത്ത് സെയിം നമ്പർ. സോ സിൻസ് ഇവിടെ നമുക്ക് എന്താ വേണ്ടത്? വി ആർ ഇൻ നീഡ് ഓഫ് മൾട്ടിപ്ലൈയിങ് എ നമ്പർ വിത്ത് ദ ഡിനോമിനേറ്റർ, ദ സെയിം നമ്പർ ടു ബി മൾട്ടിപ്ലൈഡ് ടു ദ ന്യൂമറേറ്റർ ആൾസോ. അപ്പൊ ഇവിടെ നമ്മുടെ ഡിനോമിനേറ്ററിൽ ഏത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തോ അതേ നമ്പർ കൊണ്ട് ഡിനോമിനേറ്ററിനെയും നമ്മൾ ന്യൂമറേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്തിരിക്കണം, അല്ലെ? സോ ദാറ്റ് വി ഡു, അല്ലെ? അതാണ് നമ്മൾ അവിടെ ചെയ്യുന്നത്. അപ്പൊ എന്ത് വരും? യു ടെൽ മീ ദ റിസൾട്ട് ഓഫ് ദിസ്. വാട്ട് ഈസ് ദിസ്? പറഞ്ഞേ. 2832. എങ്ങനെ 28 28320 divided by this will be shifted to this. 20 ആണോ? 20. 2.0 decimal 2 into 10, sir. അപ്പൊ 20 ആ വരിക, പക്ഷേ സിൻസ് ഇറ്റ് ഹാസ് 1 decimal part, അതെ, 2 വരും, അല്ലെ? സോ ഇതിനെ വേണമെങ്കിൽ നമുക്ക് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. 28320 divided by 2. Correct? Now it become a simple task for you people because we know how to divide this by a whole number except 0. 0 ഒഴിച്ചിട്ടുള്ള ഏത് ഹോൾ നമ്പർ വെച്ച് വേണം ഡിവൈഡ് ചെയ്യാൻ നമുക്കറിയാം. or an integer വെച്ച് ഡിവൈഡ് ചെയ്യാൻ അറിയാം. So what you do? You just divide 28320 by this number 2. So how many times? How many digits can be taken at a time? 1. 1. Very good. 2. Then 8. How many times? Sir, 4 2 7. 4. 4 2 7. 8. Then bring down the next 3. How many times? 1 time. 1. Then is the quotient. 1 2. Then remainder 1. Bring down the next 12. How many times? 6 times. 6 times. 6 times. 12. Then we bring down the next one. 0. How many times? 0 times. 0 0 times. See? 0 times. So some of you may be thinking that why can't you put some more zeros here? Can it be possible to put some more zeros here? No, sir. No. അല്ലെ? Because when you put zeros here, the value of the number increases. അല്ലെ? അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇത് ഇടാൻ പറ്റത്തില്ല. ബട്ട് ഇവിടെ ഒരു ഡെസിമൽ ആയിരുന്നു എങ്കിൽ you can easily put so many zeros. But there is no decimal part here. Okay. Clear? Yes, sir. Yes, sir. Yes, sir. So next question. Second one എന്ന് പറയുന്നത് 12.12 divided by 0. അല്ലെ വേണ്ട 1.2 എടുക്കാം, അല്ലെ? We'll move with the 1.2. Okay. So ഇവിടെ ഒന്ന് നോക്കിയേ, നമ്മളിത് എഴുതുമ്പോൾ നമുക്ക് മനസ്സിലാവും 12. Oh God, ഇവിടെ കറണ്ട് പോയി, ഇപ്പം ശരിയാക്കാം.
കേൾക്കാമോ? കാണാമോ? സാർ കുറെ നേരം കാണുന്നില്ല സാർ. കറണ്ട് പോകുന്ന മോനെ, കറണ്ട് പോകുന്നതാ. ഇപ്പൊ ശരിയായില്ലേ? ഇപ്പൊ കേൾക്കാൻ പറ്റുന്നില്ലേ? ഇപ്പൊ ശരിയാവുന്നുണ്ടോ? കറണ്ട് വരുമ്പോഴത്തേക്ക് ഓക്കെ നമ്മൾ ക്ലാസ്സിലേക്ക് പോവാം. ഓക്കെ, 12.12 ഡിവൈഡഡ് ബൈ 1.2 എന്ന് പറഞ്ഞാൽ divided by 1.2. So what is the denominator here? What is the denominator here? Decimal. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഡെസിമൽ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? That has to be changed to an integer or converted to an integer or a whole number. അപ്പൊ ഇവിടെ ഹോൾ നമ്പറിലേക്ക് മാറ്റണമെങ്കിൽ what shall we do? We need to check. Into okay, ഒരു കുട്ടി പറഞ്ഞു into 100 എന്ന്. ഓക്കെ, അത് ഞാൻ ഒരു വാദത്തിന് അംഗീകരിക്കാം, into 100 എന്ന്. But why did you tell me that it has to be multiplied with 100? ആരാ പറഞ്ഞത് അത്? സർ നവനീത്. എന്തുകൊണ്ടാ മോനെ അത് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞു? Sir, because the top digit is 2, we have to change the 2 digits. So 100 have 2 zeros. Okay. See, actually what is our problem? മോനെ അത് പറഞ്ഞേ, എന്താ നമ്മുടെ പ്രശ്നം? No. വേറെ ആരും സംസാരിക്കരുത്. Tell me. നവനീത് പറഞ്ഞാ മതി. Change these decimals to integers. Which one? That is very important. Which one? 12.12 and 1.2. Is the 12.12 creating any problem to us? അതാണ് എന്റെ ക്വസ്റ്റ്യൻ. ഈ 12.12 എന്ന് പറയുന്ന ആ നമ്പർ ഇപ്പൊ ഇന്നലെ മോൻ പഠിച്ചിട്ടില്ലേ? 12.12 ഡിവൈഡഡ് ബൈ 3 എന്ന് നീ പഠിച്ചു. ആ സമയത്ത് മോൻ ഈ 12.12 കണ്ട സമയത്ത് അതിനെ നിങ്ങൾ ഈ 12നെ ഇങ്ങോട്ട് മാറ്റാൻ ശ്രമിച്ചായിരുന്നോ? അപ്പൊ പിന്നെ ഇപ്പോഴും നിനക്ക് ആ പ്രശ്നം ഇല്ലല്ലോ. സി, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഡിവിഡൻഡ് ഒരു കൺസേണേ അല്ല. കാരണം ഡിവിഡൻഡിൽ എത്ര ഡിജിറ്റ്സ് ഉണ്ട് ഡെസിമൽ പാർട്ടിൽ എന്നുള്ളത് നമ്മളെ ബാധിക്കുന്നില്ല. ബിക്കോസ് വി നോ ഹൗ ടു ഡിവൈഡ് സച്ച് നമ്പേഴ്സ്. നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ വെൻ യു ടേക്ക് ദ ഡെസിമൽ പാർട്ട് ദാറ്റ് ടൈം യു സ്റ്റാർട്ട് എ ഡെസിമൽ ഓൺ കോഷ്യന്റ് ഓൾസോ. അപ്പൊ ഇത് ഡിവൈഡ് ചെയ്യാൻ നമുക്ക് പ്രശ്നമില്ല. പക്ഷേ നമ്മുടെ പ്രശ്നം ഉണ്ടാക്കുന്നത് ആരാ നമ്മുടെ പ്രശ്നക്കാരൻ? ഡിവൈസർ ആണ് നമ്മുടെ പ്രശ്നക്കാരൻ. ഇവിടുത്തെ ഡിവൈസറിലെ ഡെസിമൽ ആണ് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നത്. സോ വിച്ച് ഹാസ് ടു ബി കൺവെർട്ടഡ്? ഇവിടെ ഏതിനെ കൺവെർട്ട് ചെയ്യാൻ? കൺവെർട്ടഡ് ടു എ ഹോൾ നമ്പർ ഓർ an integer അല്ലെ? അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് how many decimal digits are there in the decimal part of the numerator is not a matter. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏത് മാത്രമേ ഉള്ളൂ? the number of digits coming in the denominator. അതായത് ഡെസിമൽ പാർട്ടിൽ എത്ര നമ്പർ ഓഫ് ഡിജിറ്റ്സ് കമ്മിങ് ഇൻ ദ ഡെസിമൽ പാർട്ട്, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സോ ഹൗ മെനി ഡിജിറ്റ്സ് ആർ കമ്മിങ് ഇൻ ദ ഡെസിമൽ പാർട്ട്? നവനീത്, പ്ലീസ് റെസ്പോണ്ട്. പറഞ്ഞോ മോനെ, പെട്ടെന്ന് പറഞ്ഞോ. അല്ലല്ല, എന്റെ ക്വസ്റ്റ്യൻ ഹൗ മെനി ഡിജിറ്റ്സ് ആർ there in the decimal part of the denominator? Sir, one digit. One digit. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം which number to be multiplied here with the denominator, അത് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് ഈ number of digits in the decimal part ആണ്. So how many? Which is the number to be multiplied here? Into 10. Into 10. The same number must be multiplied with the numerator also. Correct? Yes, sir. അപ്പൊ എന്തുകൊണ്ടാണ് മോന്റെ ആൻസർ ആയ 100ൽ നിന്നും 10ൽ എത്തിയത് എന്ന് മനസ്സിലായോ? Yes, sir. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ന്യൂമറേറ്റർ എന്ന് പറയുന്നത് ഒരു കൺസേണേ അല്ല. നമ്മൾ ഏത് മാത്രമേ നോക്കുന്നുള്ളൂ? ഡിനോമിനേറ്റർ നമുക്ക് ഹോൾ നമ്പർ അല്ലെങ്കിൽ ഒരു ഇന്റിജർ ആയിരിക്കണം. If it is not an integer, we make it as an integer by multiplying the number followed by zeros. അപ്പോൾ അവിടെ ഏത് നമ്പർ മൾട്ടിപ്ലൈ ഒന്ന് ഡിസൈഡ് ചെയ്തത് നമ്പർ ഓഫ് ഡിജിറ്റ്സ് ഇൻ ദ ഡെസിമൽ പാർട്ട് ഓഫ് ദ ഡിനോമിനേറ്റർ ആണ് അത് ഡിസൈഡ് ചെയ്യുന്നത്. Is that clear? Is that clear? Yes, sir, clear. Okay. Yes, sir, clear. So when you multiply here, what it become? That 12.12 become
Sir, 12. Hmm. So 121.2. Yes, we know. One of the digit in the decimal part will be shifted to the integer part. So here this one comes to the integer part and it becomes 121.2 divided by 1.2 into 10. What it become? 12. അല്ലെ 12.0. obviously it is 12.0 but we write it as 12 അല്ലെ. സോ ഇനി നമുക്ക് ഡിവൈഡ് ചെയ്യാൻ അറിയാം. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ന്യൂമറേറ്റർ ഒരു എന്തായത് ഒരു ഫ്രാക്ഷൻ ഡെസിമൽ ആകുന്നത് എന്താണ് ഡിവൈഡ് ചെയ്യാൻ ഒക്കുന്നില്ല. നോക്കാം, നമുക്ക് നോക്കാം. ഓക്കെ, സി ഇവിടെ ഒന്ന് പറഞ്ഞേ, ഹൗ മെനി ടൈംസ് 1? വളരെ സിമ്പിൾ, 0 ടൈംസ്. ഓക്കെ, സോ വി ബ്രോട്ട് ഡൗൺ ദിസ് വൺ ഹിയർ. അടുത്തത് നെക്സ്റ്റ് ഡിജിറ്റ് ടു ബി ബ്രോട്ട് ഡൗൺ ഹിയർ. എന്താ അത്? 2. How many times? 2. How many times? 6 times. Huh? 6 times. 1 time. എങ്ങനെയാണ് 6 ടൈംസ് എങ്ങനെ കിട്ടിയത്? 6 into 12 ആണോ? 12 ആരാടാ അത് പറഞ്ഞേ? നവനീതേ, ഒരു നിന്റെ കയ്യിൽ എന്താ ഇരിക്കുന്നത് വെച്ചാൽ എന്റെ തലക്കെടുത്ത് അടിയടാ. സാർ ഞാൻ ശ്രദ്ധിച്ചില്ല. ശ്രദ്ധിക്കണം, മാത്സ് ചെയ്യുമ്പോ ശ്രദ്ധയില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാവും കേട്ടോ. അപ്പൊ 12 how many times? 1 time. 1 time. So it is 12. 0. Then we bring down the next digit. We bring down the next digit. 1. എത്ര? 1. How many times? 0 times. That is very important. See, ഇപ്പോഴാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് the importance of 0. When you actually give the means multiplication table, we used to avoid this number 12 into 0. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പൊ ഒരു കുട്ടി എന്നോട് പറഞ്ഞ് ഡിവൈഡ് ചെയ്യാൻ പറ്റണില്ല സാർ, ബട്ട് ഇറ്റ്സ് എ വെരി സിമ്പിൾ ഡിവിഷൻ when you use that multiplication with 0 also, അല്ലെ? കിട്ടും, അതാണ്. So it is 1. So the next number to be brought down here is which one? 2. And it has 2. It has taken from where? From an integer decimal part. Decimal part. So be cautious. So we start the decimal part of the quotient also. How many times? 1 time. 1 time. So it is 1 time. 12. See, very simple division. 10.1. The answer is 10.1. Correct? 10. See how simple this division is. Sir, simple. Alle? Zero എങ്ങനെയാണ് sir? അതാരാ ചോദിച്ചേ? അഭിനവാണോ? No sir, ദേവനാരായണനാ. ദേവനാരായണൻ എന്താണ് പ്രശ്നമെന്ന് പറഞ്ഞേ? നീ നീ ആദ്യം തൊട്ട് എന്നോട് പറഞ്ഞു ഇത് ഓരോന്നും എന്താ ചെയ്തേക്കണേന്ന്. ദേവനാരായണ പറ. സാർ ആദ്യം ഒരു ഡിവിഷനകത്ത് ഫസ്റ്റ് 0 ഇട്ടേക്കണത് എന്തിനാണെന്നാ നീ പറഞ്ഞേ? ആദ്യം എങ്ങനെയാ തുടങ്ങുന്നേ? 12 കൊണ്ട് ഏതിനെ ഡിവൈഡ് ചെയ്യണം? ആദ്യത്തെ 12 ആണോ ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞു? അങ്ങനെയാണോ ഞാൻ പറഞ്ഞു തന്നെ? ഹൗ മെനി ഡിജിറ്റ്സ് ക്യാൻ ബി ടേക്കൺ അറ്റ് എ ടൈം? അങ്ങനെയൊന്നുമില്ല, അങ്ങനെ റൂൾ ഇല്ല. അങ്ങനെ there is no such rule. That rule actually you people made that rule. അത് തെറ്റാണ്. അതാണ് നിങ്ങൾക്ക് അവിടെ റൂൾ ഉണ്ടാക്കുന്നത് നിങ്ങളാണ്. അത് തെറ്റായ റൂളാണ്. ഇവിടെ നോക്കിയേ, ഒരു ഡിജിറ്റ് അറ്റ് എ ടൈം യു ക്യാൻ ടേക്ക്. സോ 1 is taken. How many times? ദേവനാരായണൻ. 0. അതായി 0. 0 into 12 is equal to 0. Then 1 minus 0 equal to 1. ഇപ്പൊ മനസ്സിലായോ എങ്ങനെയാണെന്ന്? ദേവനാരായണൻ, ആർ യു ലിസണിങ് മീ? പ്രശ്നമുണ്ടോ? ഇനി പ്രശ്നമുണ്ടോ? മനസ്സിലായോ? സോ അത് തന്നെയാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ 1 minus 0 is equal to 1. Then the next digit is brought on here. Yes. അപ്പൊ എത്രയായി? 2 ആയി. So 12. How many times? 12. 1 time.
Then the next digit, that is 1. How many times? Seriously. How many times? 1. എത്ര പ്രാവശ്യം? 0 times. So that is 0. Then 1 minus 0 is 1. Then we brought down the next number, that is 2. And that is actually taken from the decimal part. So that's why we start the decimal part in the quotient also. That's why it is 12. Is that clear? നിങ്ങൾക്ക് ചിലർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും, കാരണം അവർ പഠിച്ചിരിക്കുന്ന രീതിയിലുള്ള പ്രശ്നമാണ്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? മനസ്സിലായോ? ആ, ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യണോ ഇതുപോലത്തെ? മനസ്സിലായോ? ഒരെണ്ണം കൂടെ ചെയ്യാവോ? ഓ, ഒരെണ്ണം കൂടെ ചെയ്യാം. ഓക്കെ. ആ നമ്പർ 0.16. Okay, divided by 0.16. ഇങ്ങനെ ചോദിക്കാലോ? Yes, sir. അപ്പൊ ഇവര് നമ്മൾ എങ്ങനെ ചെയ്യും? നമ്മുടെ ഇവിടുത്തെ പ്രശ്നം 16.016 divided by 0.16 എഴുതി. So what prevent you to do the division here? No, എന്റെ ക്വസ്റ്റ്യൻ ഞാൻ എപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ എന്താ ചോദ്യം ചോദിക്കുന്നത് അതിന് ആൻസർ പറഞ്ഞാൽ മതി. ഇവിടെ നിങ്ങളെ എന്താ ബുദ്ധിമുട്ടിക്കുന്നത്? ഡിവിഷനെ ഡിവൈസർ ആണ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത്. or the denominator of this or divisor of this is actually creating problem. So ആ പ്രോബ്ലം എന്താ വെച്ചാൽ അതാണ് ആദ്യം സോൾവ് ചെയ്യുക എന്നുള്ളത്. എപ്പോഴും നമ്മൾ അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇതിനെ എന്താക്കി മാറ്റണം? ഒരു ഹോൾ നമ്പർ ആക്കി മാറ്റണം. വാട്ട് ടു ബി മൾട്ടിപ്ലൈഡ് ഹിയർ ടു മേക്ക് ഇറ്റ് ആസ് എ ഹോൾ നമ്പർ? Because we know there are 2 digits in the decimal part of the denominator or divisor. So the 2 digits of the decimal part to be shifted to the integer part. So that's why we multiply this with 100, and the same thing here 2, that is 100 into 16.016. So what it becomes? 1601.6. 1601.6. Because 2 digits of this number is shifted to the decimal part, integer part, and here that 16.00. Okay. So 1601.6 divided by 16. Clear? Which means, അപ്പൊ ഇവിടെ ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? ഡിവിഷൻ പോയാൽ ഇനി ഡിവിഷന് പോവാം. ദേവനാരായണൻ, ദേവനാരായണൻ, വെരി സി ദേവനാരായണൻ ഇല്ലേ? എനിക്ക് ഹെൽപ്പ് ചെയ്യ്. സാർ 1 വ്യക്തമല്ല സാർ. ഒരു മിനിറ്റ് സാർ. 1601. 1601.6 divided by 16. Okay. So ഇവിടെ നോക്കിയേ, നമ്മൾ എന്താ ചെയ്യുക? How many times? 0 times. Very good. 0. Then bring down that 1 here. Okay. Then the next number 16. No. ഞാൻ ദേവനാരായണന്റെ അടുത്ത് പറയാൻ പറഞ്ഞ ദേവനാരായണൻ പറഞ്ഞാൽ മതി, വേറെ ആരും വേണ്ട. Okay. 16. How many times? 1 time. 16. Then we bring down the next digit here. What is that? 0. 1. See, at a time you can bring down only 1 digit from the dividend. ഒരു ഡിജിറ്റ് മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ട് ആദ്യം 1 എടുത്തു. How many times? 0 times. Then we break down. Then 16. Then we bring down the next digit 16. Then 0. Then 0. Okay. How many times? 0. Parnye? 0 times. 0 times. 0. So they bring down the next digit here. 1.
അപ്പോൾ എത്ര പ്രാവശ്യം? 0. 0 times. So 0. The next is the 6 to be taken here. So 6 is actually taken from the decimal part. So here Plus we start. point. So how many times? 1 time. 16. 0. So the answer is, what is that answer? 100.1. 100.1. Clear? 100.1. Okay. Okay. Yes, sir. Yes, sir. ഇനി അടുത്ത ഒരു ടൈപ്പ് ഡിവിഷൻ ഉണ്ട്. അതായത് ഇപ്പം അടുത്തത് 1,6,2,8 divided by 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അത് നമുക്ക് നോക്കാം എന്താ പറ്റണേന്ന്. നമുക്ക് 1,6,2,8 divided by 5. ഇപ്പോൾ ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. The divisor here is what? Divisor here is integer. അപ്പോൾ നമുക്ക് നേരിട്ട് അങ്ങ് ഡിവൈഡ് ചെയ്യാം as usual. 1 how many times? Devanarayanan, how many times? How many times, man? 0. 0 times. അപ്പോൾ ഇവിടെ 0. Okay, we bring down the 1 here. Then the next digit 6. How many times, Devanarayanan? 3. 3 times. It is 15. So minus 1. Bring down 2. 2. How many times? 2. 2 times. 2 2 times. 10. 2. Then we bring down the next digit. What is that? 8. 28. How many times, man? 8. 5. 5. 5 times. 25. We bring down 3. But ഇനി നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റൂല എന്ന് പറയും. ശരിയല്ലേ? കാരണം 3 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റൂല എന്ന് പറയും. പക്ഷേ നമ്മൾ ഡെസിമൽ പഠിച്ച സ്ഥിതിക്ക് ഇവിടെ ഡെസിമൽ ഇട്ടിട്ട് എനിക്ക് എത്ര വേണമെങ്കിലും സീറോസ് ഇവിടെ കൊടുത്തുകൂടി? Yes, sir. കൊടുക്കാം. So we have one digit here. So you bring down that digit here. Bring down that digit 30. So this digit is but this digit is taken from where? ഇത് എവിടുന്നാ എടുത്തേ? Point. So we should not forget to put. Sir, put the pointer on the constant. Okay, അത്രേ ഉള്ളൂ. അപ്പോൾ 30. അപ്പോൾ 30 how many times? 6. 5. 6 times. 6 times. It is 30. Okay, 0. അപ്പോൾ എന്താ പറയുക? 325.6. 325.6. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇങ്ങനെയുള്ള ഡിവിഷനും മനസ്സിലായോ? സർ മനസ്സിലായി. സാർ നമ്മൾ ഒരുമിച്ച് രണ്ട് സംഖ്യ എടുത്ത് ഡിവൈഡ് ചെയ്താൽ ഈ ഉത്തരം തന്നെ കിട്ടത്തില്ലേ? എങ്ങനെ? രണ്ട് സംഖ്യ ഒരുമിച്ച് എടുത്താലും ഈ ഉത്തരം തന്നെ കിട്ടുമല്ലോ സാർ. രണ്ട് സംഖ്യ ഒരുമിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായില്ല. സാർ ആദ്യം 1 എടുക്കുക, 16 എടുത്താലും അല്ല, തന്നെ കിട്ടുമല്ലോ. അത് തെറ്റിക്കും. നിങ്ങൾ തെറ്റിക്കുന്നതിനുള്ള ചാൻസസ് ഇവിടെ തന്നെ നിങ്ങൾ പലരും പറഞ്ഞു ഡിവൈഡ് ചെയ്യാൻ പറ്റിയില്ല. അതിന്റെ റീസൺ ഇതാണ്. നിങ്ങൾ രണ്ടെണ്ണം ഒരുമിച്ച് അങ്ങ് എടുക്കും. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ 0 വരത്തില്ല, 1.1 എന്നൊക്കെ എഴുതും. മനസ്സിലായോ? സോ പ്ലീസ് ഡോണ്ട് ഡു ദാറ്റ്. ഞാൻ എങ്ങനെയാ പറഞ്ഞ അതുപോലെ ചെയ്താൽ മതി കേട്ടോ.